എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുമ്പൻ പുളി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇരുമ്പൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പൻ പുളി, ഓർക്കപ്പുളി, ഇരുമ്പിപ്പുളി അങ്ങനെ ഒരുപാട് പേരിൽ ഇത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഇരുമ്പപ്പുളി അങ്ങനെയാണ് പറയൽ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എടുത്തിട്ടൊന്നിങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഞെട്ടിയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു 4 എണ്ണമായിട്ട് ഇങ്ങനെ ഓരോ ഇരുമ്പപ്പുളി ഒന്നിങ്ങനെ കീറിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അധികം ഇങ്ങനെ ഇളയതായിട്ടുള്ളതല്ല, കുറച്ച് മൂത്തുള്ള ടൈപ്പ് ഇരുമ്പപ്പുളി നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്നിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിത് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ 2 അല്ലെങ്കിൽ ഒരു 3 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഉലുവയും കടുകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊന്നുമില്ല, നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ കടുകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കുറച്ച് മാത്രം മതി കേട്ടോ, ഈ ഉലുവയും കടുകും പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഉലുവയും കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ആ ഒരു കളറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിന് ശേഷം ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ കുക്കർ 2 വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് തന്നെ അങ്ങനെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നന്നായിട്ടൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുളി ഉണ്ടല്ലോ, അപ്പോൾ അത് ആ വെള്ളം എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 വിസിലിനായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വിസിലായതുകൊണ്ട് ശരിക്കും അങ്ങ് വെന്ത് ഉടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 വിസിൽ നിങ്ങൾ വേവിച്ചെടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ 3 വിസിലൊക്കെ ആകുമ്പോൾ നല്ല രീതിയിലൊന്ന് വെന്ത് കുഴഞ്ഞോളൂ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് മീഡിയത്തിലാക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത്, അത്രയും മതി കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആയതുകൊണ്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ശർക്കര ചേർത്തുകൊണ്ട് മധുരമൊക്കെ ഉണ്ട്, എന്നാൽ ആ ഒരു പഞ്ചസാരയും കൂടി ചേർക്കുമ്പം ആ ഒരു പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ആ ഒരു കളറും വരും, അതിന് ചെറിയൊരു എരിവും വരും, പിന്നെ ആ ഒരു ശർക്കരൻ്റെയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഇനി നമ്മളിത് ഇതുപോലെ തന്നെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അത് ചൂടാറുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് നല്ലൊരു പാകത്തിന് അതിനായിട്ട് കിട്ടും. ഒരുപാട് അങ്ങ് നമ്മൾ തിളച്ച് വറ്റിച്ച് കഴിഞ്ഞിട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചൂടാറുന്ന സമയത്ത് ആ ഒരു ശർക്കരയൊക്കെ തണുത്തിട്ട് പിന്നെ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓഫ് ചെയ്ത് ഇപ്പോൾ തണുത്തൊക്കെ വന്ന സമയത്ത് നല്ലൊരു പാകത്തിന് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇരുമ്പിപ്പുളി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല വെന്ത് കുഴഞ്ഞ് നല്ലൊരു പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ശർക്കരയുടെ ഒരു മധുരം, പിന്നെ അതുപോലെ മുളക് പൊടിയുടെ ഒരു എരിവും, ആ ഒരു ഇഞ്ചിയുടെ എരിവും, പിന്നെ അതുപോലെ ആ ഒരു ഉപ്പും മധുരമൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇരുമ്പിപ്പുളിയാണെന്ന് തോന്നിയില്ല കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ, അതുപോലെ ഒരു പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്.
അപ്പോൾ ഇനി ഇരുമ്പുളി കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. നമുക്കിത് സാധാ ചോറിന് മാത്രമല്ല, നമ്മൾ ഈ കഫ്സയും മന്തിയും ബിരിയാണീൻ്റെ ഒക്കെ കൂടെ സൈഡിൽ വിളമ്പാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.